ഓട്സ് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ലോഗ്. ഓട്സും വെജിറ്റബിളും കൂടെ വെച്ചിട്ടാണ് ഉപ്പുമാവ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടി റോൾഡ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഓട്സ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കരിഞ്ഞു പോവാതെ തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഫ്ലെയിം സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഓട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇൻസ്റ്റൻറ്റ് ഓട്സിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് റോൾഡ് ഓട്സ്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുകയെന്ന് വെച്ചാൽ നല്ല ഹെൽത്തിയാണ്. ഷുഗറുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. പറയാത്തവർ എന്തായാലും ഈ രീതിയിൽ ഉപ്പുമാവ് ഒന്ന് തയ്യാറാക്കി നോക്കണം. പാല് ചേർത്തിട്ട് ഓട്സ് ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതേ രീതിയിൽ ഉപ്പുമാവ് തയ്യാറാക്കി കഴിക്കൽ. ഓട്സ് നമ്മൾ ചൂടാക്കിയെടുത്ത് ഇനി നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടി ഒരു സവാളയുടെ പകുതി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ട് അതും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും അതേപോലെ കുറച്ച് ഗ്രീൻ പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഞാനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കുക. ബീൻസ് ഉണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം പച്ചമുളകും അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉപ്പുമാവ് തയ്യാറാക്കുന്നതെന്ന് കാണാം. വെജിറ്റബിളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഓട്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണ്. ഇതൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കണം. ഓട്സ് ഉപ്പുമാവ് ഒരുവിധം റെഡിയായി. ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്.
ഓട്സ് വെച്ചിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കി. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഉപ്പുമാവ് റെഡിയാക്കാൻ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.